എന്തല്ലയാ വിഷോ ചായല്ലേ കുടിക്കുന്നേ? വിത്തോട്ട് ആ അമ്മ അമ്മ വിക്രമൻപിള്ള മുത്തശ്ശന്റെ വേറെ കഥ പറഞ്ഞു. വേറെ കഥകളാ? കഥകളില്ലയോന്നോ? കൊള്ളാം. പറഞ്ഞാലും തീരാത്ത കഥകളല്ലയോ. ഒരു കാലഘട്ടത്തിൽ ഈ തിരുവനന്തപുരത്തുണ്ടായ കഥകൾ മുഴുവനും എൻ്റെ അച്ഛൻ വിക്രമൻപിള്ളയുടെ കഥകളല്ലായിരുന്നോ? ഞാൻ കുറെ വായിച്ചിട്ടുണ്ട് വിക്രമന്റെ മുത്തുവിന്റെ കഥ. ചവിട്ടി കൊന്നാലെന്താ? അമ്മ മുത്തശ്ശൻ ഭയങ്കര രസമായിരുന്നില്ലേ കാണാനൊക്കെ? മീശയും 5 അടി 5 ഇഞ്ച് പൊക്കോ. കനകന്റെ അത്ര ഉണ്ടാവും. കനകൻ അതുപോലെയൊക്കെ ആയിരുന്നു അല്ലേ? എന്ത് ഇതൊക്കെ അറിയാവുക? പുതിയ പുതിയ പണ്ടേ ഉള്ളതാണ്. അമ്മ കാര്യമാക്കണ്ട. കഥ പറ. നല്ല മോക്ക് അച്ഛന്റെ അമ്മയുടെ അച്ഛന്റെ കഥ കേൾക്കണ്ടേ? അമ്മൂമ്മേരെ അച്ഛന്റെ കേട്ടോ. അമ്മ അവിടെ ശ്രദ്ധിക്കണ്ട, അവനെ ശ്രദ്ധിക്കണ്ട. അമ്മ പറഞ്ഞാൽ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ മുന്നിൽ ഒരു കല്ലിരിപ്പുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങള്? ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ആ കല്ലെടുത്ത് പൊക്കുമ്പോഴാണ് പണ്ട്. അന്ന് കുറെ ആൾക്കാരെ വെറുതെ പട്ടാളത്തിലെടുത്ത് ഇന്നത്തെ പോലെ മറ്റേ ബാറിൽ തൂങ്ങണ്ട, നെഞ്ചുരു നോക്കണ്ട, ആ കൂട്ടത്തിൽ കയറി ആളല്ല. അല്ല, അന്ന് പാലായിന്ന് കുറെ പേര് അങ്ങനെ പോയി. അന്ന് തിരിച്ചു പോയതല്ല പാലക്കാര്. അന്ന് എന്നിട്ട് എന്ത് ചെയ്തു? ആ പാറക്കല്ലിന്റെ മോളിൽ ചെന്നിട്ട് ഒരു മുട്ടും കുത്തി ഇങ്ങനെ ബലിയിടുന്ന കണക്ക് അങ്ങോട്ട് ഇരുന്ന് ഒറ്റ എന്നിട്ട് ആ കൈ കൊണ്ട് അങ്ങോട്ട് കുത്തി അങ്ങ് കയറ്റി എന്നിട്ട് അങ്ങോട്ട് പൊക്കി അങ്ങ് അങ്ങോട്ട് ഇങ്ങോട്ട് കൈ കൊണ്ടും എന്ന് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5-6 പ്രാവശ്യം അതിട്ട് അങ്ങോട്ട് അല്ലാതെ ഇതാര് കണ്ടോണ്ടിരിക്കുന്ന? മാളികപ്പുറത്തിരുന്ന് മഹാരാജാവ് കിളിവാതിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനടി എന്തായത്? അവിടെ ഒരു കവി ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആ കൊട്ടാരം കവി ഒരു കവിത അങ്ങ് ചൊല്ലി. വിക്രമാ നിന്നക്രമം ഇക്രമം നക്രമം. അപ്പൊ ചുരുക്കി പറഞ്ഞ അന്നത്തെ കാലത്തെ ബാഹുബലിയായിരുന്നു വിക്രമൻപിള്ള. ഇവനെ ചവിട്ടി പാലക്കാരെ ചൊറിഞ്ഞല്ലേ? അപ്പൊ ചെറുതായിട്ട് ചൊറിച്ചിട്ടുണ്ടാവും. എന്തോ ചെയ്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് സമ്മാനം കിട്ടിയില്ലേ? മഹാരാജാവ് എല്ലാവർക്കും ഓരോ പണക്കിഴി അങ്ങ് കൊടുത്തു. ഒരു പണക്കിഴി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കവിത കണ്ടും കൊണ്ട് അത് എടുത്ത് ആ കവിത എഴുതിയ ആളിനെ അങ്ങ് കൊടുത്തു. കവിക്ക് കൊടുത്തു. അത് വലിയ അക്രമമായി പോയല്ലേ? അല്ല, കവി ആ കവിത ചൊല്ലിയപ്പോ ആ വിക്രമൻപിള്ളയുടെ ഈ അക്രമമൊക്കെ അങ്ങ് നിർത്തി. അപ്പൊ രാജാവിന് സമാധാനമായി. അങ്ങനെ രാജാവ് പണക്കിഴി എടുത്ത് മറ്റേ കവിക്ക് കൊടുത്തു. മതി മതി. ഈ പിന്നെ അമ്മേ മറ്റേത് പറ അമ്മ, അതാ നല്ല കഥ. മറ്റേ ആറാട്ടിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അതെ, നല്ലോണം പറ. പിന്നെ ഈ അന്ന് ഈ ആറാട്ട് നടത്തുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശംഖുമുഖത്തേക്ക് പോകും. അവിടെ ഈ വള്ളക്കടവിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വാദ്യങ്ങളും ഘോഷങ്ങളും പട്ടാളം പോലീസ് എന്ന് വേണ്ട അങ്ങോട്ടും വാദ്യം വിളക്ക് എന്ന് വേണ്ട എല്ലാം ഇങ്ങോട്ട് വരുമായിരുന്നു. ആ സമയത്ത് അവിടെ ഈ വള്ളക്കടവിൽ മൂരിവെട്ടുണ്ടായിരുന്നു. ഇത് വെട്ടും. ഓ, അന്നേ വെട്ടുമല്ലേ? ഈ കാളവെട്ടിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? ഒരു കാള ഒരു ഒറ്റ ഓട്ടം ഇങ്ങ് മുമ്പോട്ട്, ആളുകൾ വരണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെപ്രാളത്തിൽ ഓടി. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് എന്തുവാണെന്ന് അറിയാമോ? കാളയുടെ പുറത്ത് അച്ഛൻ കാലും വെച്ചും കൊണ്ട് ഇരിക്കുന്നു കയറി. അപ്പോഴേ അതിനെ കൊന്നില്ലേ? സമ്മാനം കൊടുത്തില്ലേ? അല്ല, അന്ന് ഈ പട്ടുമളയൊന്നും കൊണ്ടു കിടക്കുന്ന പതിവില്ലായിരുന്നല്ലോ. കിട്ടില്ല. അവിടെ നന്ദിമഠത്തിന്റെ അടുത്തൊരു നിലവിളക്ക് അങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാരാജാവ് വന്ന് ആ വിളക്കൊക്കെ അങ്ങോട്ട് അണച്ചിട്ട് ആ വിളക്കെടുത്ത് വിക്രമൻപിള്ളയ്ക്ക് അങ്ങ് കൊടുത്ത്. ആ വിളക്കാണ് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നത്. ആ വിളക്കാകെ ഒരു പ്രാവശ്യം ഈ മുറ്റത്ത് വെച്ചിട്ടുള്ളൂ. ആറാട്ടും എഴുന്നള്ളത്തും ഇതിലേ പോകുമ്പോൾ അന്നെടുത്ത് തട്ടിന്റെ മോളിൽ കയറ്റിയതാ. പിന്നെ അത് ഈ മുറ്റം ലോകവും കണ്ടിട്ടില്ലാത്ത വിളക്കായിരുന്നു. ആ വിളക്കിന്റെ കഥ കേട്ടപ്പോണ് എനിക്ക് ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നമ്മളെ നേതാവുണ്ടല്ലോ യശ്വന്ത് സഹായി, അയാളുടെ ഒരു കാര്യം ഓർമ്മ. ഒരു മിനിറ്റല്ലേ, അപ്പൂപ്പന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ട യശ്വന്ത് സഹായിയുടെ കഥ കേൾക്കേണ്ട കാര്യമില്ല. മക്കളെ എന്നിട്ട് പോയി
വൈകുന്നേരം പോയി കുളിച്ച് റെഡിയായി പോയി മണി മക്കളെ മാങ്ങ തരാം. അല്ലെങ്കിൽ യശു സഹായി ഇന്ന് നമ്മളെ തള്ളിയിട്ട് കൊല്ലും. പെയ്യ പറഞ്ഞു വീഴരുത്. അമ്മ അമ്മ ഈ പിന്നെ ഞാൻ വിക്രമഭൂപന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ചുമ്മാ തമാശയ്ക്ക് എന്തൊക്കെ പറഞ്ഞതല്ലേ ഉള്ളൂ. എനിക്കറിഞ്ഞു. ഈ വിളക്ക് നല്ല വലിയ വിളക്കല്ലേ അമ്മ? എത്ര വരും ഒരു ഉദ്ദേശം? അത്രയൊക്കെ ഉണ്ടല്ലേ? ഞാനേ പിന്നെ ഈ മുത്തച്ഛൻ്റെ കഥ കേട്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഈ നേതാവ് അയാള് ഡൽഹിയിൽ നിന്ന് പറഞ്ഞുണ്ട്. ഞങ്ങളിവിടെ ഒരു പാർട്ടി മീറ്റിംഗ്. ശരി. അപ്പം ബാക്കി എല്ലാ സന്നാഹങ്ങളും ഒരുക്കി സ്റ്റേജും ബാക്കി ഇതും എല്ലാം ഓക്കെ. ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റിപ്പോയി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സാധനങ്ങൾ വാടകയ്ക്കെടുക്കുന്ന വിളക്കും പറഞ്ഞിരുന്നു. അപ്പോൾ ആ വിളക്ക് യുവമാർ വേറെ എവിടെയോ ഒരു പരിപാടിക്ക് കൊണ്ടുപോയിട്ട് അതിന് എത്തിയില്ല. അത് 2 ദിവസം കൂടെ കഴിഞ്ഞ് എത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ വിളക്കില്ലാതെ ഞങ്ങൾ ഈ ഉദ്ഘാടനം ചെയ്യാൻ ഒരു വിളക്കില്ലാതെ ബുദ്ധിമുട്ടാണ്. നാളത്തേക്ക് നമ്മളെ മുത്തച്ഛനെ ഒന്ന് തന്നാലേ. അത് പറ്റത്തില്ലടാ. അവിടെ അടുത്തെങ്ങാനും ഒരു വീട്ടിൽ നിന്ന് എടുക്കാൻ നോക്കി. അല്ലമ്മ, നമ്മളെ കുടുംബത്തിലിരിക്കുന്ന ഇത്രയും വലിയൊരു മഹത് സംഭവം ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെ അതേ തൊട്ട് കളിക്കണ്ട. അത് ഞാൻ എടുക്കത്തില്ലേ പൊന്ന് ക്ലീറ്റസ്. അയ്യോ അല്ല അമ്മ, അതെ ആ വിളക്കെന്ന് പറയുമ്പോൾ പിന്നെ ഇനിയിപ്പം നമ്മുടെ കുടുംബത്തിലൊരു വിളക്കാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവയ്ക്കാൻ 10 ആൾ കാണും. അയ്യോ, ആ വിളക്കിന്റെ മഹിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നീ കേട്ടോണ്ടിരിക്കുകയല്ലേ? അത് തരാൻ പറ്റത്തില്ല, അത് എടുക്കത്തുമില്ല. അത് അവിടെ കിടന്നു. നമ്മുടെ കുടുംബക്കാരുടെ ഒരു കുഴപ്പം ഇതാണ്. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു മഹിമയും ഒരു 10 ആളറിയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് രഹസ്യമാക്കി തട്ടും പുറത്ത് ചാക്കനകത്ത് ഇടാനുള്ളതാണ്. അത് വെളിയിൽ നാട്ടുകാർ അറിയണ്ടേ? ഈ വിളക്ക് നാളെ ആ സ്റ്റേജിൽ കൊണ്ടുവച്ച് അതങ്ങോട്ട് ദീപം തെളിയിക്കുന്നതെന്ന് പറഞ്ഞാൽ ദീപമാണ്. ആ ദീപപ്രഭയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് അന്തസ്സായിട്ട് പറയാതിരിക്കണത് അല്ലേ, എൻ്റെ മുത്തശ്ശനാണ് ആയിരുന്നു അങ്ങനെ മിനുങ്ങണ തിളങ്ങണമെന്ന്. ആ മുത്തച്ഛനാണോ ചാക്കി കെട്ടി ഇതിനകത്തിട്ടെങ്ങനെ? നാട്ടുകാർ അറിയണ്ടേ? ഒരു ദിവസത്തേക്ക് അമ്മ ഒന്ന് തന്നു നോക്ക്. നമുക്ക് നമ്മളെ കുടുംബത്തിൻ്റെ മഹിമ എനിക്കും അവിടെ ഒന്ന് നെഞ്ചു വിരിച്ച് നിൽക്കാം. ഇത് എൻ്റെ മുത്തശ്ശനാണെന്നും അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പറയും, ഇത് എൻ്റെ അമ്മായിയുടെ അച്ഛന് രാജാവ് ഇങ്ങനെ ഒരു വീരകൃത്യം ചെയ്തപ്പോൾ സമ്മാനമായിട്ട് കൊടുത്ത വിളക്കാണ് അതെന്ന്. അപ്പോൾ 14,000 കുടുംബങ്ങളിലാണ് ഇത് അറിയാൻ പോണത്, അമ്മയുടെ അച്ഛൻ്റെ ആ ഒരു. അപ്പോൾ നമ്മളെ ആൾക്കാർ അറിയണ്ടേ ഇങ്ങനെ ഈ ഒരു മനുഷ്യനെ ആണ് ഈ ചാക്കി കെട്ടി ഇതിനകത്ത് വെച്ചേക്കണം. ഈ കനകനൊന്നും ഈ ബോധമില്ല, ഇത് ചിന്തിക്കാനുള്ള ഒരു ഇതില്ല അമ്മ. നമ്മളെ കുടുംബത്തിലൊരു നല്ലത് 10 ആൾ അറിയണം. അവരടുത്ത് പറയാതെ തന്നാൽ എങ്ങനെ ഒന്ന് ചോദിക്കാം. അമ്മ ഇതൊരു മനുഷ്യൻ്റെ അടുത്തും പറയരുത്. പറഞ്ഞാൽ അപ്പോൾ പോയി തട്ടും പുറത്ത് തന്നെ ചാക്കി കിടക്കേ ഉള്ളൂ. അത് ഞാൻ പറയാം. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ നൈസാ കൊണ്ടുവച്ച് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറഞ്ഞിട്ട് ഇവരും അറിയണം അപ്പം ഇവിടെ വന്നിരുന്നു ഇല്ലേ? അപ്പോൾ ഗമ ആർക്കാണ്? അപ്പം അമ്മയ്ക്ക് അവരുടെ ചോദിക്കാൻ കണ്ടാടാ ക്ലീറ്റസ് വിചാരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ കണ്ട 10 ആളറിഞ്ഞു. ഇപ്പോഴത്തെ തലമുറ അറിയണം അമ്മയുടെ അച്ഛൻ ആരായിരുന്നു. അന്നാകെ ഒരേ ഒരു ദിവസമേ ഞാൻ അതിനെ പുറത്തെടുത്തിട്ടുള്ളൂ. അതാണ് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ വിളക്ക് ഇവിടെ ഇരിക്കേണ്ടതല്ല. ഇത് ഇനി ഇങ്ങനെ നമ്മുടെ ഈ ജനഹൃദയങ്ങളിലേക്കൊക്കെ ഈ വിളക്കിങ്ങനെ എപ്പോഴും തിളങ്ങി നിൽക്കണം. നമുക്ക് നാളെ ഇപ്പോൾ ഇത് കഴിഞ്ഞ പിള്ളേർ കാണാതെ നാളെ ഇത് കഴിയുന്ന ഉടൻ നീ തിരിച്ച് എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. തിരിച്ച് ഇത് കൊണ്ടുവന്നിട്ട് പിന്നെ അമ്മ പറയട്ടെ നീ അടുത്ത പരിപാടിക്ക് ഉണ്ടോ, നീ ആ പരിപാടിക്ക് ഉണ്ടോ എന്ന് പറയരുത്. ഞാൻ ഈ ഒരു പരിപാടിക്ക് ആയിട്ടുള്ളൂ കേട്ടല്ലേ? നിന്നെ ഞാൻ വിശ്വസിക്കുകയാണേ. വിളക്ക് ഇവിടെ കൊണ്ടു തരണം അമ്മ. അങ്ങനെ പറയല്ലേ, നമ്മുടെ കുടുംബത്തിലെ മുത്തച്ഛനല്ലേ അത്. എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ലേ? അതിന്റെ വലിപ്പമൊക്കെ നിനക്കറിയാം. ഓ, വിളക്ക് മാറിപ്പോരുതേ. അതിന് മാറാൻ വേറെ വിളക്കില്ല അമ്മ. അവിടെ ഈ ഒരു വിളക്കേ ഉള്ളൂ. ആ വിളക്കാണ് നമ്മളെ മുത്തച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. ഒന്നും ആലോചിക്കണ്ട, നമുക്ക് തട്ടുംപുറത്തുനിന്ന് ഞാൻ എടുക്കാം, വരാം. കാണരുത്, പറയണ്ട. അമ്മയുടെ വായിന്ന് നാട്ടിൽ പൊടി മക്കളൊന്നും അറിയരുത് കേട്ടാ. അതുങ്ങളാണ് കുഴപ്പം. ചെല്ല അമ്മ ധൈര്യമായിട്ടേ. ഒന്നുമില്ല, അമ്മയുടെ അച്ഛനും ഒന്നും സംഭവിക്കില്ല. സുരക്ഷിതമായിട്ട് ഞാൻ എത്തിക്കും.